കേരള സ്റ്റോറിയിലൂടെ കേരളത്തെ നശിപ്പിക്കാനും കേരളത്തെ ടാർഗറ്റ് ചെയ്യാനുമാണ് ഇവർ ശ്രമിച്ചതെങ്കിൽ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. Your movie spreading hate against Kerala. Again you are saying the same thing. അപ്പൊ സംഘപരിവാറുകാർ തലപൊക്കിയിട്ട് ചോദിക്കുകയാണ്, എന്നാ പിന്നെ നിങ്ങൾക്ക് പോർക്ക് ഫെസ്റ്റ് നടത്തിക്കൂടെ എന്ന്. ഈ പറയുന്ന പ്രളയത്തിൽപ്പെട്ട ഒരു സംഘി രക്ഷിക്കാൻ വന്നത്, ഒരു ബോട്ടിൽ വന്നത് ഒരു മുസ്ലിമായിട്ടുള്ള ഒരു മത്സ്യത്തൊഴിലാളിയാണ് ആണെങ്കിൽ ഞാൻ വരില്ല, ഞാൻ രക്ഷപ്പെടാനില്ല, ഞാൻ ചത്തോളാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇത് കേരള സ്റ്റോറി രണ്ടാം ഭാഗം ഇറക്കി വീണ്ടും കേരളത്തിൽ വലിയൊരു വർഗീയത ഉണ്ടാക്കാൻ നോക്കിയവർക്ക് എട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് സത്യത്തിൽ. കാരണം കഴിഞ്ഞ ദിവസം ഈ മൂവി പ്രൊമോഷന് വേണ്ടിയിട്ട് അതിൻ്റെ അണിയറ പ്രവർത്തകർ, അതായത് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, ഡയറക്ടർ, അങ്ങനെ അതിനെ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ അഭിനയിച്ചിരുന്ന എല്ലാവരും ഒരു മൂവി പ്രൊമോഷന് വേണ്ടി വരികയാണ്. അപ്പോൾ അവർ കരുതിയ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും മറുപടി കൊടുക്കാം, ഇതിനെതിരെ സംസാരിക്കാം, അല്ലെങ്കിൽ നല്ല ഭയങ്കര പ്രൗഡോടെ നിൽക്കുകയാണ്. പക്ഷേ അവിടെ ഒരൊറ്റ ചോദ്യം ഒരു മലയാളി യുവാവ് ചോദിച്ചതിനെ തുടർന്ന് വാ പൂട്ടിക്കെട്ടേണ്ട ഒരു അവസ്ഥ ആ അണിയറ പ്രവർത്തകർക്കുണ്ടായി. അത് മാത്രമല്ല, മറുഭാഗത്ത് ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശവും അല്ലെങ്കിൽ അവിടുത്തെ ഒരു നിയമപ്രകാരമുള്ള ഒരു നടപടി എടുത്തതും വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം വർഗീയ രീതിയിലുള്ള അല്ലെങ്കിൽ വർഗീയത കേരളത്തിൽ സൃഷ്ടിക്കാൻ നോക്കിയവർക്ക് അത് വലിയ രീതിയിൽ തന്നെ തിരിച്ചടിയായി. എന്താണ് എതിരും ഇത് തോന്നുന്നത്? രേഷ്മ, കേരളത്തെ നശിപ്പിക്കാം, ഇപ്പൊ അങ്ങോട്ട് തീവ്രവാദ ഹബ്ബ് എന്നൊക്കെ പറഞ്ഞ് മലയാളികളെ മുഴുവൻ മതനിരപേക്ഷത, ജനാധിപത്യ വിശ്വാസം, ഭരണഘടനയൊക്കെ മുറുക്കെ പിടിക്കുന്ന, അതിനനുസരിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന, രാജ്യത്തെ തന്നെ അപൂർവം ചില സംസ്ഥാനങ്ങളിലൊന്നായ കേരളത്തെ, സംഘപരിവാറിനെ നിരന്തരമായി അവരുടെ വർഗീയതയെ പ്രതിരോധിക്കുന്ന കേരളത്തെ ഇപ്പം അങ്ങോട്ട് ശരിപ്പെടുത്തി കളയാം, രാജ്യവ്യാപകമായി അങ്ങ് നാറ്റിച്ച് കളയാമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന ചാണകത്തേക്കാൾ ഒരു അളിഞ്ഞ സാധനം അവർ ഇറക്കുന്നത്. അങ്ങനെ തന്നെ അതിന് ഏറ്റവും കുറഞ്ഞ ഭാഷയിൽ ഞാൻ അതിനെ അങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് ഈ കേരള സ്റ്റോറി 2വിൻ്റെ പ്രചാരകരായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ അണിയറ പ്രവർത്തകർ, അതിൽ അഭിനയിച്ച ഏതൊരു പെണ്ണൊക്കെ ഇട്ടിരിക്കുന്നത്, ഞങ്ങളുടെ ടീസർ ഇത്ര മില്യൺ ആൾക്കാർ കണ്ടു, ഇത് ഞങ്ങളുടെ വലിയ വിജയമാണ്, ഞങ്ങൾ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് ലോകം അംഗീകരിച്ചു എന്ന നിലയിലൊക്കെയാണ് ഈ പറയുന്ന ആളുകൾ വലിയ പ്രചാരണം നടത്തുന്നത്. അതായത് ഇവരുടെ ടീസർ വലിയ ഹിറ്റായി, അത് വലിയ തോതിൽ സ്വീകാര്യത കിട്ടി, ജനങ്ങളത് കണ്ടു. അപ്പോൾ ആ യൂട്യൂബിൽ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ സിനിമയ്ക്കുള്ള അംഗീകാരം എന്നൊക്കെയാണ് ഈ കൂപമണ്ടൂകങ്ങൾ, ഈ വിഡ്ഢികൾ കടന്ന് വിളിച്ചു പോകുന്നത്. പക്ഷെ ശരിക്കും എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? മലയാളികൾ എല്ലാവരും തന്നെ ഈ ടീസർ കണ്ടു. ശരിയാണ്, അത് വെച്ച് കുറച്ച് പൈസ യൂട്യൂബിൽ നിന്ന് അവർക്ക് കിട്ടി, സിനിമാക്കാർക്ക് കിട്ടി. പക്ഷേ മലയാളികൾ ഇത് കുത്തിയിരുന്ന് കണ്ടത് ഇതിന് കൃത്യമായ പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു 15 മില്യൺ എങ്ങാണ്ടാണ് അതിൻ്റെ യൂട്യൂബ് വ്യൂ എന്നാണ് അവർ പറയുന്നത്. ഞാനത് കണ്ടിട്ടേ ഇല്ല, അവർ പറയുന്നതാണ്. പക്ഷേ അതിൻ്റെ അനേകായിരം ഇരട്ടി മില്യൺ വ്യൂസുള്ള ഇതിൻ്റെ കൗണ്ടർ ട്രോളുകൾ ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും, അതായത് കേരള സ്റ്റോറിയുടെ അണിയറ പ്രവർത്തകർ തലകുത്തി മറിഞ്ഞാലും, ലോകരാജ്യങ്ങളിൽ മുഴുവൻ കൊണ്ടുപോയി അങ്ങോട്ട് കാശ് കൊടുത്ത് പ്രദർശിപ്പിച്ചാലും കിട്ടാവുന്നതിനേക്കാൾ വലിയ വ്യൂ എന്താണ് ദ റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന ടീസറുകൾക്കും വീഡിയോകൾക്കും ഒക്കെ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ പ്രൊപ്പഗണ്ട മലയാളികൾ ഏറ്റെടുത്ത് പൊളിച്ചടുക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് കേരള സ്റ്റോറി ടീമിന് വലിയ തോതിലുള്ള തിരിച്ചടി മലയാളികൾ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ദണ്ണം ഈ പറയുന്നവർക്ക് നല്ലപോലെയുണ്ട്. അതുകൊണ്ട് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അവരുടെ സംഘപരിവാർ വാട്സാപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ കരഞ്ഞു തീർക്കുകയാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ ഹിന്ദു പെൺകുട്ടികളുടെ വായിലേക്ക് ബീഫ് കുത്തിക്കയറ്റുകയാണ്. അത് കേരള സ്റ്റോറി എന്ന് പറയുന്നത് കൊണ്ട് അങ്ങനൊരു സീൻ കാണിക്കുമ്പോൾ അത് കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന നിലയിലാണല്ലോ കാണുന്നവർ വിശ്വസിക്കുക, അല്ലെങ്കിൽ പിന്നെ കേരള സ്റ്റോറി എന്നുള്ള പേര്. അപ്പോൾ ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് കേരള സ്റ്റോറി 2 എന്ന് പറയുമ്പോൾ ഇത് കേരളത്തിൽ നടക്കുന്ന സംഭവമാണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ കഥയാണെന്ന് തന്നെ കാണുന്നവർ മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെ ഒരു വൃത്തികെട്ട വീഡിയോ അവന്മാർ പുറത്തു വിട്ടതിന് പിന്നാലെ ബീഫ് കഴിക്കുന്ന മലയാളി ഹിന്ദു പെൺകുട്ടികളുടെ സകലമാന റീലുകളും രാജ്യം മുഴുവൻ ഓടുകയാണ്. അതിന് ചോദിക്കുകയാണ്, എന്താണ് ഈ പെണ്ണ് ഈ വിറ്റകൾ എന്താണ് ബീഫ് മാത്രം തരുന്നത്, ഇച്ചിരി പൊറോട്ടയുടെ താടേ എന്ന നിലയിലേക്ക് രാജ്യം മുഴുവൻ കേരളത്തിൽ എന്തും കഴിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം ആർക്കും കഴിക്കാവുന്ന
സ്വച്ഛസുന്ദരമായ ഒരു സംസ്ഥാനമാണ് കേരളം എന്ന ഖ്യാതി രാജ്യം മുഴുവൻ എന്നല്ല ലോകം മുഴുവൻ നേടിയിരിക്കുകയാണ് ഈ കേരള സ്റ്റോറി കൊണ്ട്. അതായത് കേരള സ്റ്റോറിയിലൂടെ കേരളത്തെ നശിപ്പിക്കാനും കേരളത്തെ ടാർഗറ്റ് ചെയ്യാനുമാണ് ഇവർ ശ്രമിച്ചതെങ്കിൽ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ഈ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിന് പോലും വിലക്കുള്ളപ്പോൾ ബീഫ് കഴിക്കരുത് എന്ന് പറയുമ്പോൾ, ബീഫിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ, വർഗീയത ആളിക്കത്തിക്കുമ്പോൾ, എന്തെങ്കിലും ഒരു ആരോപണം സംഘപരിവാർ അനുകൂലികൾക്ക് നേരെ ഉയർത്തിയാൽ നിങ്ങൾ പൈസ കെട്ടില്ലേടാന്ന് ചോദിച്ചാൽ അപ്പം തന്നെ ഹിന്ദു മുസ്ലിം നീ ജിഹാദി ആയതുകൊണ്ടല്ലേ, നീ രാജ്യവിരുദ്ധരായതുകൊണ്ടല്ലേ എന്നൊരു പ്രൊപ്പഗണ്ടയുണ്ട് സംഘപരിവാറിന്. ഇപ്പം നമ്മൾ തന്നെ പല വീഡിയോകളും ചെയ്യുമ്പോൾ BJPക്കെതിരായിട്ടൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ അതിനടിയിൽ വന്നിട്ട് സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ മടിക്കുന്ന ഭീരുക്കളായിട്ടുള്ള സംഘപരിവാറിന്റെ IT ടീമുകൾ വന്നിട്ട്, അല്ലെങ്കിൽ IT ടീം എന്ന് പറഞ്ഞാൽ വലിയ ആളുകളൊന്നുമല്ല, ഈ പറയുന്ന ചാവാലികളായിട്ടുള്ള ഇവിടെ കിടന്ന് നുളയ്ക്കുന്ന കുറേ ചാണകപ്പുഴുക്കൾ വന്നിട്ട് പറയുന്നത് നിങ്ങൾ രാജ്യവിരുദ്ധരാണ്, നിങ്ങൾ ജിഹാദികളാണ്, നിങ്ങൾ ഇസ്ലാമിക വൽക്കരണത്തിന് കൂട്ടുനിൽക്കുന്നവരാണെന്നൊക്കെ. അതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല, ഒരു ബന്ധവുമില്ലാത്ത വിഷയമായിരിക്കും. എന്നാലും ഇത് പറഞ്ഞ് ആളുകളെ തമ്മിലടുപ്പിക്കുക, ആളുകളെ ടാർഗറ്റ് ചെയ്യുക. പക്ഷെ അത് കേരളത്തിൽ നടക്കത്തില്ല. ആ രീതിയിൽ രാജ്യത്തിന് മുന്നിൽ സംഘപരിവാറിന് പിടികിട്ടാത്ത, അല്ലെങ്കിൽ സംഘപരിവാറിനെ അടുപ്പിക്കാത്ത, BJPയെ പടിക്ക് പുറത്ത് നിർത്തുന്ന, അല്ലെങ്കിൽ ഈ ബജ്റംഗ് ദള്, ഹനുമാൻ സേന, കുരങ്ങ് സേന, ശ്രീരാമസേന എന്നൊക്കെ പറയുന്ന കുറേ സേനകളെ അവരുടെ ഉത്തരേന്ത്യയിലെ അഴിഞ്ഞാട്ടം പോലുള്ള അഴിഞ്ഞാട്ടം ഇവിടെ സമ്മതിക്കാത്ത കേരളം ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് എന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ കേരളം ഒരു ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഹബ്ബാണ് എന്ന മട്ടിലേക്കൊക്കെ വരുത്തി തീർക്കാനും, അതുകൊണ്ടാണ് BJPക്ക് ഇവിടെ രക്ഷയില്ലാത്തതെന്ന് പറയാനും ഒക്കെയാണ് ഇവർ ശ്രമിക്കുന്നത്. പക്ഷെ ശക്തമായ തിരിച്ചടി ഈ കേരള സ്റ്റോറി ടീമിന്. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഈ ടീസർ പിൻവലിക്കണം, കേരള സ്റ്റോറി എന്ന പേരിട്ടിട്ട് ഇമാതിരി വൃത്തികേടുകൾ കാണിക്കുന്നത്, കേരളത്തിന് ആത്മാഭിമാനമുള്ള സംസ്ഥാനമാണ്, ഇമാതിരി വൃത്തികേട് കാണിക്കരുത് എന്ന് പറഞ്ഞു. ഇനി വേറൊരു ഗംഭീരമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇന്നലെ ഈ കേരള സ്റ്റോറിയുടെ ടീം, അതിൽ ആരൊക്കെയാണ് ഏതൊക്കെയാണ് അവന്മാരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അവരുമായിട്ട് മാധ്യമപ്രവർത്തകർ ഇൻട്രാക്ഷൻ നടത്തി. അപ്പോൾ അതിൽ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞാൻ വായിക്കാം കേട്ടോ. മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് താങ്കൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് മുഴുവൻ ഉത്തരേന്ത്യയിൽ നിന്നുള്ള കുറച്ച് പെൺകുട്ടികളെയാണല്ലോ. കേരള സ്റ്റോറിക്ക് കേരളത്തിൽ നിന്ന് ആരെയും കിട്ടിയില്ലേ എന്ന് മാധ്യമങ്ങൾ ആദ്യമായി ചോദിക്കുകയാണ്. കാരണം ഈ 37 പെൺകുട്ടികൾ അവിടെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഇവർ ലവ് ജിഹാദിൻ്റെ ഇരകളാണ് അതാണ് കേരള സ്റ്റോറിയുടെ പ്രചോദനം എന്നാണ് ഈ അണിയറ പ്രവർത്തകർ പറഞ്ഞത്. പക്ഷേ ഈ പെൺകുട്ടികൾ ആരും മലയാളികളല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ കേരള സ്റ്റോറി 2 എന്നും പറഞ്ഞൊരു സാധനം ഇറക്കിയിട്ട് ഈ കേരളത്തിൻ്റെ കഥയാണ് ബേസ്ഡ് ഓൺ ട്രൂ എവൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഈ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നതൊക്കെ നോർത്ത് ഇന്ത്യക്കാരാണ്, ഇവരുടെ കഥ എന്താണ്, ഇവരുടെ ചരിത്രം എന്താണെന്ന് ആർക്കും അറിയില്ല. നിങ്ങൾ കുറച്ച് ആളുകളെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഇവർ ഇരകളാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെ അത് വിശ്വസിക്കണം? ഇത് കേരളത്തിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് ഇതിൽ കേരളക്കാരും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഈ സിനിമാക്കാർ പറയുന്നു, ആദ്യ സിനിമയിൽ കുറച്ച് മലയാളികൾ ഉണ്ടല്ലോ, പിന്നെ കേരളത്തിലെ വിക്ടിംസിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും എന്നാണ് പറയുന്നത്. അത് ഇവരുടെ കയ്യിലൊന്നുമില്ല, നിങ്ങൾ യൂട്യൂബ് തപ്പിക്കോ എന്നാണ് പറയുന്നത്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, ഇല്ല, കേരളം സാക്ഷരതയിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും മുൻപന്തിയിലുള്ള സംസ്ഥാനമാണ്, ഈ യൂട്യൂബിൽ നിങ്ങൾ പറയുന്ന പോലത്തെ വീഡിയോസ് ഒന്നുമില്ല, അപ്പോൾ കേരളത്തെ ബോധപൂർവം അപമാനിക്കുകയല്ലേ നിങ്ങളുടെ സിനിമ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സിനിമാക്കാർ പറയുന്നു, പണ്ട് ലവ് ജിഹാദ് കേരളത്തിൽ മാത്രമായിരുന്നു, ഇപ്പോൾ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു, പാൻ ഇന്ത്യൻ സ്റ്റോറിയാണിത്. അതായത് ലവ് ജിഹാദിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കണേ, ഏത് ലവ് ജിഹാദ് എന്നൊന്നില്ല എന്ന് ഈ കേന്ദ്ര ഏജൻസികളടക്കം കോടതിയിൽ നേരത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വാർത്തകൾ നമുക്ക് കിട്ടും. ഈ സംഘപരിവാർ അനുകൂലികൾ, കേരള സ്റ്റോറിയുടെ ടീമുകൾ പറയുന്നത് പോലെ ലവ് ജിഹാദ് എന്ന പേരിൽ ഒന്നുമില്ല എന്ന് അന്വേഷണ ഏജൻസി കോടതിയെ ബോധ്യപ്പെടുത്തിയത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇപ്പോഴും ആ വാർത്ത അവിടെ കിടപ്പുണ്ട്. എന്ന് മാത്രമല്ല, ഇതുവരെ ലവ് ജിഹാദിൻ്റെ പേരിൽ കേരളത്തിൽ ഒരു അറസ്റ്റ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇനി കേന്ദ്രം അങ്ങനെ, ഇപ്പോൾ BJP അങ്ങനെ പറയുകയാണെങ്കിൽ കേന്ദ്രം അന്വേഷിക്കട്ടെ, കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ അന്വേഷിച്ചിട്ട് ഇത് ലവ് ജിഹാദ് ആണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കട്ടെ. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നോക്കുക, മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രൊപ്പഗണ്ട ടീം, അതായത് സിനിമയുടെ ടീം പറയുന്നു ഇത് പാൻ ഇന്ത്യ ആണ്, പണ്ട് ഇത് കേരളത്തിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ മാധ്യമപ്രവർത്തകർ പറയുന്നു, ഇതിപ്പോൾ പാൻ ഇന്ത്യൻ സംഭവത്തെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ അതിന് ഈ കേരള സ്റ്റോറി എന്ന് പേര് കൊടുക്കുന്നതിനാ, പേര് മാറ്റിക്കൂടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ സിനിമാക്കാർ പറയുന്നു, അല്ല, ഇത് കേരളത്തിലാണല്ലോ ആദ്യം തുടങ്ങിയത്, അതുകൊണ്ടാണ് ഞങ്ങൾ കേരള സ്റ്റോറി ഇട്ടതെന്ന് പറയുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, കേരളത്തിൽ ഇപ്പോൾ ഈ പ്രശ്നമില്ല എങ്കിൽ പിന്നെ കേരളത്തിലെ പെൺകുട്ടികളെ മുഴുവൻ അപമാനിക്കലല്ലേ നിങ്ങളുടെ ഈ സിനിമ എന്നാണ് ഇവർ ചോദിക്കുന്നത്.
അപ്പൊ സിനിമാക്കാർ പറയുന്നു അതെങ്ങനെ അപമാനിക്കലാകും? നിയമസഭയിൽ നിങ്ങളുടെ മരിച്ചുപോയൊരു മുഖ്യമന്ത്രി ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. VS അച്യുതാനന്ദൻ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അത് എനിക്ക് തോന്നുന്നത് നിയമസഭയിലാണോ എന്നറിയില്ല, മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും അങ്ങനെ ഒരു വാക്ക് VS അച്യുതാനന്ദൻ ഉപയോഗിച്ചു എന്ന മട്ടിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ മാധ്യമപ്രവർത്തകർ പറയുന്നു സുപ്രീം കോടതിയുടെ വിധിയുണ്ട് കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന്, അതും കേന്ദ്രം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. താങ്കൾ സുപ്രീം കോടതിയുടെ വിധിയെ അനുസരിക്കുന്നില്ലേ എന്ന് ഈ ചാനലുകാർ തിരിച്ച് ഈ പറയുന്ന സിനിമാ ടീമിനോട് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു അയ്യോ അല്ല അങ്ങനെ ഇങ്ങനെ അവർ ഉരുളാൻ തുടങ്ങി. അതിൻ്റെ വിഷ്വൽസ് ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വിഷ്വൽസ് പലതും പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഇതിൽ സംഭവിച്ചത് A to Z ഇങ്ങനെയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. കാരണം ഇത് മുഴുവനായിട്ട് എവിടെയും ആളുകൾ കണ്ടിട്ടുണ്ടാകില്ല. അതുകൊണ്ടാണ് അവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വ്യക്തമായി പറയുന്നത്. എന്തായാലും മാധ്യമപ്രവർത്തകർ പറഞ്ഞു വരുന്ന ഇലക്ഷനിൽ ഈ സിനിമ കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ സിനിമാക്കാർ പറയുന്നു അല്ല ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള ഒരു സിനിമയല്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ബംഗാൾ സ്റ്റോറിയും ആസാം സ്റ്റോറിയും ഒക്കെ ഇറക്കുമായിരുന്നു. കേരളത്തെ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷിക്കലാണ് ഞങ്ങളുടെ ദൗത്യം. ഞങ്ങൾ കലാകാരന്മാരാണ്, രാഷ്ട്രീയക്കാരല്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ മാധ്യമപ്രവർത്തകർ പറയുന്നു നിങ്ങളുടെ മോദി കേരളത്തിനെതിരെ വെറുപ്പ് പടർത്തുകയാണ്. അപ്പോൾ സിനിമാക്കാർ പറയുന്നു നിങ്ങൾ ലവ് ജിഹാദ് ഉണ്ട് എന്ന് അംഗീകരിക്കണം, ആ പ്രശ്നം അംഗീകരിക്കൂ. നിങ്ങളത് അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ കാണുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട്, നിങ്ങളത് ആവർത്തിച്ച് പറയുന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചയും ബഹളം ഉണ്ടാക്കുകയാണ്. अब आपको इसको मसाला देना है, दीजिए प्लीज मसाला मारिए. Your movie spreading hate against Kerala. No, not at all. Again you are saying the same thing. Not at all. Sir, you don't want to accept. You don't want to accept. We don't want to accept the problems there. It's one of the most beautiful state in the country. I agree to it. आप जब बीमार होते हैं ना तो അത് കഴിഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അതായത് ഒരു പ്രൊപ്പഗണ്ട നടപ്പാക്കി കേരളത്തെ അറ്റാക്ക് ചെയ്ത് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട്, അതിന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഈ ഇസ്ലാമിക ഭീകരർക്ക് ലവ് ജിഹാദിന് വേണ്ടി ഒത്താശ ചെയ്യുന്നു, അതിനെതിരെ നിൽക്കുന്നത് സംഘപരിവാറുകാർ മാത്രമാണ് എന്ന നിലയിലേക്ക് ഒരു പ്രൊപ്പഗണ്ട ഉണ്ടാക്കി അത് കേരളത്തിൽ സംഘപരിവാറുകാർക്ക് ആഘോഷിക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കുന്ന വിധത്തിലാണ് ഈ സിനിമ ഉണ്ടാക്കിയത്. പക്ഷേ കാലം മാറി, അല്ലെങ്കിൽ ജനങ്ങൾ മാറി ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് ഈ മണ്ടന്മാർക്ക് മനസ്സിലായിട്ടില്ല. കാരണം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പോലും പറഞ്ഞത് ഞാൻ ഈ സിനിമ കാണുന്നില്ല എന്നാണ്. BJPയുടെ ഒരു നേതാവ് പോലും കേരള സ്റ്റോറി 2വിനെ അനുകൂലിച്ച് അതിൽ പറയുന്നത് മുഴുവൻ കേരളത്തിലെ കഥയാണ്, കേരളത്തിലാണിത് സംഭവിച്ചത്, കേരളത്തിൽ ഇത്രയും ഭീകരമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയാൻ തയ്യാറായിട്ടില്ല. PC ജോർജ് പോലും ഇപ്പോൾ ഈ വിഷയത്തിൽ മൗനം പാലിക്കണം. സാധാരണഗതിയിൽ ഇങ്ങനൊരു വിഷയം കിട്ടിയ PC ജോർജ് ചാടി വീഴേണ്ടതാ. പുള്ളി പൂഞ്ഞാറിൽ മത്സരിക്കാൻ പോവാണ്. വെറുതെ ഈ ഇസ്ലാം വിരോധവും വർഗീയതയും പറഞ്ഞ് പണി മേടിക്കേണ്ടെന്ന് മനസ്സിലാക്കി PC ജോർജ് ഇപ്പോൾ വാവൂട്ടി ഉണ്ടായിരിക്കുക. അപ്പോൾ വിചാരിച്ച ഒരു പിന്തുണയും സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് ഇതിന് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല കേരളം ഒറ്റക്കെട്ടായി ഇതിനെ പ്രതിരോധിക്കുന്നു. CPMന്റെ നേതൃത്വത്തിൽ DYFIയുടെ നേതൃത്വത്തിൽ ഇവർ ബീഫ് ഫെസ്റ്റ് നടത്തുന്നു. അപ്പോൾ സംഘപരിവാറുകാർ തലപൊക്കിയിട്ട് ചോദിക്കുകയാണ് എന്നാൽ പിന്നെ നിങ്ങൾക്ക് പോർക്ക് ഫെസ്റ്റ് നടത്തിക്കൂടെ എന്ന്. പോർക്ക് ഫെസ്റ്റ് നടത്തിക്കൂടെ എന്ന ചോദ്യത്തിന് ചില മുസ്ലിം പണ്ഡിതന്മാർ വരെ വന്നിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പോർക്ക് ഫെസ്റ്റ് നടത്തിക്കോളൂ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ പോർക്ക് കഴിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, അത് ഇസ്ലാമിന് ഒരു വിഷയമുള്ള കാര്യമല്ല, മുസ്ലിങ്ങളുടെ വായിലേക്ക് പോർക്ക് തിരികിയിട്ട് നിങ്ങൾ കഴിക്കൂ എന്ന് പറയരുത്. ഒക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. നിങ്ങൾ പോർക്ക് കഴിക്കുന്നതിന് എന്താ പ്രശ്നം? ഇവിടെ കേരളത്തിൽ എത്രയോ പോർക്ക് കടകളുണ്ട്, പന്നിയിറച്ചി കിട്ടുന്ന സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ വന്നിട്ട് ഏതെങ്കിലും മുസ്ലിം സംഘടനയുടെ ആളുകൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? മുസ്ലിങ്ങളത് വാങ്ങില്ല, അവർ അത് കഴിക്കില്ല. അതുപോലെ തന്നെ ഹിന്ദുക്കൾ ബീഫ് കഴിക്കാത്തവരുണ്ട്, അവർ കഴിക്കണ്ട. പക്ഷെ കഴിക്കുന്നവരോട് കഴിക്കരുത് എന്ന് പറയുന്ന, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള മൗലികാവകാശത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഏർപ്പാടാണ് ഈ സംഘപരിവാർ അനുകൂലികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ ന്യായീകരിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന കേരളത്തെ, അത്തരം സംഘപരിവാറിൻ്റെ ഒരു കളിക്കും നിന്നു കൊടുക്കാത്തുള്ള കേരളത്തെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സിനിമ ഇറക്കിയത്. പക്ഷെ അത് ഭയാനകമായിട്ട് തിരിച്ചടിച്ചു. BJPക്ക് അത് ഇരിക്കുന്ന കൊമ്പ് വെട്ടുക എന്ന് പറയുന്ന കണക്കായി പോയി BJP വിഷയത്തിൽ. ഇപ്പൊ ഈ കേരള, അതായത് ഇലക്ഷനോടനുബന്ധിച്ച് ഇവർ കരുതിയ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇലക്ഷനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാം, അല്ലെങ്കിൽ ജനങ്ങളെ മനസ്സിലാക്കാം. പക്ഷേ കേരളത്തിലെ മലയാളികളൊന്നും അത്ര പൊട്ടന്മാരല്ല എന്ന് ഇതിനോടകം തന്നെ മനസ്സിലായി. കാരണം റീൽസിൽ നമ്മൾ മനസ്സിലായി
അതെ അതെ, അതായത് ഓരോ റീൽസ് ഇടുമ്പോഴും അതിനകത്ത് അവര് അതായത് ഒരു സാഹോദര്യം മലയാളത്തിന്റെ എങ്ങനെയാണ് അതിന്റെ കേരളത്തിന്റെ റിയൽ സ്റ്റോറി എന്നുള്ള റീൽസ് ഒക്കെയാണ് കാണുന്നത്. ഇതിൽ നിന്ന് അവരെങ്കിലും മനസ്സിലാക്കട്ടെ ഇത്തരം പൊട്ടം സിനിമകളൊന്നും ഇറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ സിനിമകൾ ഇവന്മാരെ ഇറക്കിയിട്ട് ജനങ്ങൾ അതിനെതിരെ ശക്തമായി പ്രതിരോധിക്കണം. ഇവര് ഉന്നയിക്കുന്ന ആശയത്തിന്റെ 1000 മടങ്ങ് ദ റിയൽ കേരള സ്റ്റോറി എന്ന ആശയം പ്രചരിക്കണം. അത് രാജ്യം മുഴുവൻ തിരിച്ചറിയണം. ഇപ്പം എന്താ ഉണ്ടായേ, ഇവര് കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരു ഗുണ്ടുപടം കൊണ്ടുവന്നു. അതിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് റീൽസിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയും മറ്റ് വീഡിയോകളിലൂടെയും യഥാർത്ഥ കേരളം എന്താണെന്ന് പല മോഡൽ, അതായത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നിച്ചിരിക്കുന്ന കേരളം, തെയ്യം തട്ടമിട്ട സ്ത്രീയെ അനുഗ്രഹിക്കുന്ന കേരളം, തെയ്യക്കോലത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുന്ന മുസ്ലിയാര്, അമ്പലത്തിൽ സൗജന്യ ഭക്ഷണം വിതരണം ചെയ്യുന്ന മുസ്ലിം സംഘടനക്കാര്, അമ്പലത്തിന്റെ ഉത്സവത്തിനിടയിൽ നിസ്കരിക്കുന്ന മുസ്ലിം സഹോദരനായിട്ടുള്ള ഒരു ആനക്കാരൻ, അതുപോലെ തന്നെ മുസ്ലിം പെൺകുട്ടികൾക്ക് ഈ പറയുന്ന മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ധരിച്ചു കേരളം. വേറെ ഈ ലേറ്റസ്റ്റ് ആയിട്ടൊരു സംഭവം കൂടി നടന്നത്, അതായത് ഒരു ഹിന്ദു പെൺകുട്ടി അനാഥാലയത്തിൽ വളർന്നു. അതായത് ഒരു ക്രിസ്ത്യൻ സമുദായക്കാര് അവരുടെ അനാഥാലയത്തിൽ വളർത്തി. പക്ഷെ ആ പെൺകുട്ടിയുടെ ആഗ്രഹം മരിക്കുന്ന സമയത്ത് എന്നെ ഹൈന്ദവ പ്രകാരം അടക്കം ചെയ്യണമെന്നാണ്. പക്ഷെ അടക്കം ചെയ്തത് ഒരു മുസ്ലിം യുവാവാണ്. അതാണ് ഒരു റിയൽ സ്റ്റോറി എന്ന് പറയുന്നത്. മൂല്യങ്ങൾക്കാണ് പരിഗണന എന്നേ. ഇപ്പൊ നമ്മൾ കണ്ടതാണ് പ്രളയത്തിന്റെ സമയത്ത് നമ്മൾ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ നോക്കിയിട്ടാണോ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചത്? നമ്മുടെ സർക്കാർ ഒപ്പം നിന്നത് മതം നോക്കിയിട്ടാണോ? ഇപ്പോൾ ഇവിടെ പറയുന്നു ഇടതുപക്ഷ സർക്കാർ, LDF സർക്കാർ, പിണറായി സർക്കാർ ഈ പറയുന്ന മുസ്ലിം പ്രീണനമാണ്, ഇസ്ലാമിക ഭീകരവാദികൾക്ക് വേണ്ടി ഇടതുപക്ഷം നിൽക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് സർക്കാരിനെ വിമർശിച്ച്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സർക്കാരല്ലേ പ്രളയകാലത്ത് ജനങ്ങൾക്കൊപ്പം നിന്നത്? എല്ലാവിധ പ്രതിരോധ പ്രവർത്തനങ്ങളും വന്നപ്പോൾ, കോവിഡ് വന്നപ്പോഴൊക്കെ ഈ സർക്കാർ ഏതെങ്കിലും മതം നോക്കിയിട്ടാണോ ഇടപെട്ടത്? അങ്ങനെയാണെങ്കിൽ ഈ സംഘപരിവാറുകാരെ ഈ പറയുന്ന വിഷം വിളമ്പുന്നവന്മാർക്ക് ഒന്നും കൊടുക്കരുതല്ലോ. ഇവരും പോയിട്ട് മേടിച്ചില്ല ആനുകൂല്യങ്ങൾ. ഈ പറയുന്ന പ്രളയത്തിൽപ്പെട്ട ഒരു സംഘി രക്ഷിക്കാൻ വന്നത്, ഒരു ബോട്ടിൽ വന്നത് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു മത്സ്യത്തൊഴിലാളിയാണ് ആണെങ്കിൽ ഞാൻ വരില്ല, ഞാൻ രക്ഷപ്പെടാനില്ല, ഞാൻ ചത്തോളാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ആരാണോ കൈ നീട്ടുന്നത് ആ കയ്യിൽ കയറി പിടിക്കുക. ആ സമയത്ത് അവൻ മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനോ, കഴുത്തിൽ കൊന്തയുണ്ടോ തലയിൽ തൊപ്പിയുണ്ടോ എന്ന് ആരും നോക്കില്ലല്ലോ. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ലേബലിലോ ഒന്നുമല്ല മലയാളികൾ ഐക്യത്തോടു കൂടി ഒറ്റക്കെട്ടായി പെരുമാറുന്നത്. അത് തിരിച്ചറിയാനുള്ള ബോധം മലയാളികൾക്ക് വലിയൊരു വിഭാഗത്തിനുണ്ട്. പക്ഷേ അതാണ് ഏറ്റവും വലിയ അപകടം. മലയാളികളുടെ ഈ ഐക്യവും സാഹോദര്യവുമാണ് ഏറ്റവും വലിയ അപകടമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സംഘപരിവാറിൻ്റെ ഇതുപോലുള്ള അനുകൂലികൾ, സംഘപരിവാറിൻ്റെ ആളുകൾ പല വിധത്തിലുള്ള കുത്തിത്തിരിപ്പിന് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ മലയാളികൾ ഒറ്റക്കെട്ടായി പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരള സ്റ്റോറിയിലൂടെ കേരളത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയവർക്ക് അതിഭയാനകമായ തിരിച്ചടി, ശക്തമായ തിരിച്ചടി. ഇനി മേലാൽ ഇമാതിരി പരിപാടിയുമായിട്ട് കേരളത്തിലേക്ക് വരാതിരിക്കാനുള്ള എല്ലാ വിധത്തിലുള്ള മരുന്നും മലയാളികൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് രേഷ്മ പറയാനുള്ളത്.